ഭാഗം 2 പുസ്തകം 5 അധ്യായം 6 ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം, മരുഭൂമിയിലെ ഉപവാസം. ഈ കാലഘട്ടത്തിൽ മറിയം ചെയ്ത കാര്യങ്ങൾ. തന്റെ സ്നേഹനിധിയായ അമ്മയെ നസ്രത്തിലെ കുടിലിൽ വിട്ട് യേശു ജോർദാനിലേക്ക് യാത്രയായി. അവിടെ ബഥാനിയ എന്ന ചെറു പട്ടണത്തിനടുത്ത് ജോർദാൻ നദിയുടെ മറുകരയിൽ ക്രിസ്തുവിന്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ പ്രഘോഷണം നടത്തിയും സ്നാനം നൽകിയും കഴിയുന്നുണ്ടായിരുന്നു. രക്ഷകൻ സ്വർഗത്തിലേക്ക് തന്റെ കണ്ണുകൾ ഉയർത്തി താൻ ഏറ്റെടുക്കുന്ന മനുഷ്യരക്ഷ എന്ന ദൗത്യത്തെ സ്വപിതാവിന് സമർപ്പിച്ചു. 29 വർഷം തനിക്ക് സ്നേഹ ശുശ്രൂഷകൾ ചെയ്ത അമ്മയോട് വിടവാങ്ങുമ്പോഴനുഭവിച്ച വാക്കുകൾക്കതീതമായ ദുഃഖവും പീഡാസഹനവും കുരിശുമരണവുമെല്ലാം സ്വർഗീയ പിതാവിന് ഭരമേൽപ്പിച്ചു. ഇതാ സൃഷ്ടികളുടെയെല്ലാം കർത്താവായവൻ ശിഷ്യരോ ശുശ്രൂഷകരോ ഇല്ലാതെ ഭൂമിയിലെ മണ്ണിലൂടെ ഏകാന്ത പഥികനായി സഞ്ചരിക്കുന്നു. എല്ലാറ്റിന്റെയും അധിനാഥനായ രാജാതിരാജനായ കർത്താവ്. വെളിപാട് 19:16. തന്റെ അടിമകളാലും ദാസന്മാരാലും തിരസ്കൃതനായി അജ്ഞാതനായി പോകുന്നു. സ്വജീവൻ പോലും അവനോട് കടപ്പെട്ടിരിക്കുന്നവർ അവനെ കാണുന്നില്ല. എന്താണ് അവന്റെ രാജകീയ വേഷഭൂഷാദികൾ? ദയനീയമായ ദാരിദ്ര്യവും അനാഥത്വവും മാത്രം. ജോർദാനിലേക്കുള്ള യാത്രയിൽ വഴിയിൽ കണ്ടുമുട്ടിയവർക്ക് ശാരീരികവും ആത്മീയവുമായ സാന്ത്വനവും സൗഖ്യവുമേകി അങ്ങനെ ദൈവകാരുണ്യത്തെ വെളിപ്പെടുത്തി. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അതീവ രഹസ്യമായിട്ടാണ് നിർവഹിച്ചത്. തന്റെ ജ്ഞാനസ്നാനം വരെയുള്ള സമയത്ത് അവൻ തന്റെ ദിവ്യസ്നേഹത്തിന്റെയും ശക്തിയുടെയും ആവിഷ്കാരങ്ങളെ രഹസ്യമാക്കി വച്ചിരുന്നു. വിശുദ്ധ യോഹന്നാൻ അവന്റെ ദർശനത്താൽ ആനന്ദപുളികിതനായി. തന്നിലുള്ളവായ പുതിയ അനുഭൂതിയെ ധ്യാനിച്ചുകൊണ്ട് സ്നാപകൻ ദൈവവരപ്രസാദത്തിന്റെ ഗൂഢരഹസ്യത്തിൽ അത്ഭുതം കൊണ്ടു. അദ്ദേഹം ഇപ്രകാരം ആത്മകഥനം ചെയ്തു: എന്തൊരു മഹാരഹസ്യമാണിത്! സന്തോഷത്തിന്റെ തിരതല്ലലല്ലേ ഇത്! എന്റെ കർത്താവിന്റെ സാന്നിധ്യത്തെ ഗർഭത്തിൽ വെച്ച് ആദ്യം അറിഞ്ഞതിനുശേഷം എന്റെ ആത്മാവിൽ ഇതുപോലൊരു തിരയിളക്കം ഞാൻ അനുഭവിച്ചിട്ടില്ല. അവൻ എത്തിക്കഴിഞ്ഞുവെന്നാണോ ഞാൻ വിചാരിക്കേണ്ടത്? ലോകത്തെ രക്ഷിക്കാനുള്ളവൻ എനിക്കിപ്പോൾ സമീപസ്ഥനായിരിക്കുന്നുവെന്നോ? ഇപ്രകാരം പ്രബുദ്ധതയുളവായ നിമിഷത്തിൽ യോഹന്നാന്റെ ബുദ്ധിയിൽ ദൈവത്തിന്റെ ജ്ഞാന വെളിപാടുകൾ നിറഞ്ഞു. കൂടുതൽ വ്യക്തതയോടുകൂടി അവതാര രഹസ്യത്തിന്റെ കാതലായ മഹാരഹസ്യങ്ങളെ ദൈവവചനം മാനുഷികതയുമായി ലയിക്കുന്നത് വിശുദ്ധൻ ദർശിച്ചു. ഈ ദർശനങ്ങളുടെ പൂർണ്ണതയിലാണ് യോഹന്നാൻ കർത്താവിന്റെ വരവിന് സാക്ഷ്യം നൽകിയത്. കർത്താവ് മരുഭൂമിയിലായിരുന്നപ്പോഴും അതിനുശേഷം ജോർദാൻ കരയിൽ തിരികെ എത്തിയപ്പോഴും സംഭവിച്ച കാര്യങ്ങൾ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇതിലൊരു സംഭവം യഹൂദരെ യോഹന്നാൻ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിലായിരുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാപകൻ വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ 1:36. ഉന്നത രഹസ്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിലും സ്നാപകന് ലഭിച്ചിരുന്ന കൽപ്പന പ്രസംഗിക്കാനും സ്നാനം നൽകാനുമായിരുന്നു. ദൈവമയച്ച ലോകരക്ഷകൻ സ്നാനം സ്വീകരിക്കുന്നതിനായി തന്റെ പക്കലേക്ക് വരുന്നു എന്ന വാർത്ത സ്നാപകന്റെ കാതുകളിലെത്തി. യേശു മറ്റു മനുഷ്യർക്കൊപ്പം അവരിലൊരാളെപ്പോലെ തനിക്കും സ്നാനം നൽകാൻ യോഹന്നാനോട് അഭ്യർത്ഥിച്ചു. യോഹന്നാൻ അവനെ തിരിച്ചറിഞ്ഞിരുന്നു. അവിടുത്തെ കാൽക്കൽ വീണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ? എന്നാൽ യേശു പറഞ്ഞു: ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്. മത്തായി 3:14-15. സ്നാപക യോഹന്നാൻ നമ്മുടെ കർത്താവിന് സ്നാനം നൽകിക്കഴിഞ്ഞപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങിവരുന്നത് ഇവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്നു കേട്ടു. മത്തായി 3:17. ഈ ഒരു സന്ദേശം ശ്രവിക്കാൻ യോഗ്യരായ അനേകർ അവിടെയുണ്ടായിരുന്നു. അവർ ആ സ്വരം ശ്രവിച്ചു. ഈ സംഭവം രക്ഷകന്റെ ദൈവത്വത്തിന്റെ ഏറ്റവും വിശ്വാസ്യമായ തെളിവായിരുന്നു. ഒപ്പം യേശു ദൈവപുത്രനാണെന്ന സ്വർഗീയ പിതാവിന്റെ പരസ്യമായ സാക്ഷ്യപ്പെടുത്തലും. അവൻ പിതാവിന്റെ സത്തയിൽ തുല്യ പങ്കാളിയും ഒപ്പം പൂർണ്ണനുമാണെന്ന സത്യം വെളിവാക്കപ്പെട്ടു. പരിശുദ്ധ അമ്മ തന്റെ തിരുക്കുമാരന്റെ എല്ലാ നീക്കങ്ങളും അറിഞ്ഞിരുന്നെങ്കിലും അമ്മയുടെ ശുശ്രൂഷകരായ മാലാഖമാർ ജോർദാൻ നദിക്കരയിൽ സംഭവിച്ച കാര്യങ്ങൾ അവളെ അറിയിച്ചു. ഈശോയുടെ മാമോദീസായുടെ ആഘോഷത്തിനായി കൃതജ്ഞതാസ്തോത്രങ്ങളുടെ പുതിയ ഗാനങ്ങൾ രചിച്ച് അമ്മ വചനാവതാരത്തെ വാഴ്ത്തി സ്തുതിച്ചു. അവന്റെ മാർഗത്തെ പിൻചെല്ലാൻ എല്ലാ തരത്തിലും അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും തീക്ഷ്ണതയോടെ അവൾ മനുഷ്യ മക്കൾക്കായി മധ്യസ്ഥം വഹിച്ചു. എല്ലാവരും മാമോദീസയാകുന്ന കൂദാശയിൽ നിന്ന് പ്രസാദവരം സ്വീകരിക്കാനും
അത് ലോകമെമ്പാടും ആചരിക്കപ്പെടാനും അവൾ പ്രാർത്ഥിച്ചു. സ്രഷ്ടാവ് സ്വന്തം സൃഷ്ടിയുടെ കരങ്ങളിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചതിലൂടെ അഗാധമായ എളിമ വെളിപ്പെടുത്തിയ പുത്രനെ വാഴ്ത്തി സ്തുതിക്കാൻ സ്വർഗീയ ദൂതന്മാരോടവർ കൽപ്പിച്ചു. മാമോദീസ സ്വീകരണം കഴിഞ്ഞയുടൻ ഈശോ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവന്റെ പരിശുദ്ധ മാലാഖമാർ മാത്രമാണ് അവനെ അനുധാവനം ചെയ്തത്. അവർ അവനെ ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും അവൻ മനുഷ്യരക്ഷയ്ക്കായി ഏറ്റെടുക്കുന്ന മഹാദൗത്യത്തെ സ്വർഗീയ കീർത്തനങ്ങൾ പാടി സ്തുതിക്കുകയും ചെയ്തു. മരുഭൂമിയിൽ പാറക്കല്ലുകൾ ചിതറിക്കിടന്നിരുന്ന വെളിംപ്രദേശത്ത് പുറമെ നിന്നു കാണാൻ പറ്റാത്ത വിധം മറഞ്ഞുകിടന്നിരുന്ന ഒരു ചെറിയ ഗുഹയുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവൻ യാത്ര അവസാനിപ്പിച്ചു. ഇനി ഇവിടെയാണ് തന്റെ ഉപവാസാനുഷ്ഠാനം നടക്കുന്നത്. മത്തായി 4:1. ഈശോ പ്രാർത്ഥനയ്ക്ക് പ്രാരംഭം കുറിക്കുന്ന പതിവനുസരിച്ചുള്ള സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് തന്റെ താഴ്മയെ പ്രകടമാക്കി. പിതാവിന്റെ മഹത്വം അവിടുന്ന് പ്രകീർത്തിച്ചു. അവിടുത്തെ ചെയ്തികളെ ഓർത്ത് നന്ദി പറഞ്ഞു. പിതാവിന്റെ ഹിതപ്രകാരം തനിക്കു നൽകിയ ഈ വിശ്രമസ്ഥലത്തിനായി അവൻ കൃതജ്ഞതയർപ്പിച്ചു. തന്റെ താൽക്കാലിക വാസത്തിനായി ഇടം തന്ന മരുഭൂമിയെയും അവൻ സംബോധന ചെയ്തു. ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഈ വിജനതയാണല്ലോ അവനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. കുരിശിനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ നിലത്ത് കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിച്ചു. ഇതായിരുന്നു മരുഭൂമിവാസത്തിൽ അവൻ നിത്യവും അനുഷ്ഠിച്ചിരുന്ന കർമ്മം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഇപ്രകാരം അവൻ നിരന്തരം പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. മനുഷ്യരുടെ ഭോജനപ്രിയത്തിന് പരിഹാരമായി 40 ദിവസം ഭക്ഷ്യപാനീയം ഉപേക്ഷിച്ച് അവൻ ഉപവാസമനുഷ്ഠിച്ചു. അപ്രകാരം ദൈവത്തിരുമുൻപാകെ മനുഷ്യവർഗം ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ദ്രോഹങ്ങൾക്കും പരിഹാരം ചെയ്തു. സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ മനുഷ്യർക്ക് മധ്യസ്ഥനും രക്ഷകനും ഗുരുവുമാകാൻ അവിടുന്ന് സ്വയം തയ്യാറാകുകയായിരുന്നു. അതിനുള്ള മുന്നൊരുക്കമായി മനുഷ്യന്റെ ഓരോ ദ്രോഹത്തിനും വിപരീതമായ പുണ്യങ്ങളെ അവിടുന്ന് അഭ്യസിച്ചു. ഈ കാലയളവിൽ അവൻ തന്റെ സകല ശക്തികളും ഇന്ദ്രിയ നിഗ്രഹത്തിനായി ചെലവഴിച്ചു. കുറ്റം ചെയ്ത പുത്രന്മാരുടെ മേൽ അവരർഹിക്കുന്ന ശിക്ഷാവിധിയുണ്ടാകുമ്പോൾ സ്നേഹനിധിയായ അവരുടെ പിതാവ് എല്ലാം ബലി കഴിച്ചുകൊണ്ട് അവരെ നാശത്തിൽ നിന്നു കരകയറ്റാൻ ശ്രമിക്കുമല്ലോ. അതുപോലെയാണ് ഈശോ നമ്മുടെ പാപകടങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ചത്. നമ്മുടെ അഹന്തയ്ക്ക് പരിഹാരമായി അവൻ തന്റെ താഴ്മയെ സമർപ്പിച്ചു. നമ്മുടെ ദുരാഗ്രഹത്തിന് പകരം അവൻ ദാരിദ്ര്യം വരിച്ചു. നീചമായ ഭോഗാസക്തിക്ക് പകരം പ്രായശ്ചിത്തവും ഇന്ദ്രിയ നിഗ്രഹവും അനുഷ്ഠിച്ചു. നമ്മുടെ തിടുക്കത്തിനും പ്രതികാരദാഹത്തിനും ക്ഷോഭങ്ങൾക്കും പകരമായി ഹൃദയശാന്തതയും ഉപവിയും പ്രകടമാക്കി. നമ്മുടെ അലസതയ്ക്ക് പകരം അധ്വാനവും വഞ്ചനയ്ക്ക് പകരം സത്യസന്ധതയും അസൂയയ്ക്ക് പകരം സ്നേഹവും അവൻ സമർപ്പിച്ചു. ഇപ്രകാരം അവൻ തന്റെ ജീവിത സമർപ്പണത്തിലൂടെ അനുസരണയില്ലാത്തവരും പിതൃനിഷേധികളുമായ നമുക്കുവേണ്ടി നിത്യനീതിയുടെ സിംഹാസനത്തിനു മുൻപിൽ മധ്യസ്ഥം വഹിച്ചു. അവൻ നമുക്കായി പൊരുതി വാങ്ങിത്തരുക മാത്രമല്ല, പുതിയ അനേകം വരദാനങ്ങളും നേടിത്തന്നു. അങ്ങനെ മനുഷ്യൻ ദൈവവുമായുണ്ടായിരുന്ന തകർന്ന ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ അർഹത നേടി. സ്വർഗീയ പിതാവിന്റെ ദർശനം ലഭിക്കുകയും പുത്രന്റെ അവകാശത്തിൽ പങ്കാളിയാകുകയും ചെയ്തു. സ്വപുത്രന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അമ്മയ്ക്ക് നിരന്തരം ദർശനങ്ങളും വെളിപാടുകളും ലഭിച്ചുകൊണ്ടിരുന്നു. കൂടാതെ അവൾ തന്റെ സഹായകരായ മാലാഖമാരെ ആശ്രയിച്ചിരുന്നു. തന്റെ ദിവ്യപുത്രന്റെ പക്കലേക്ക് അവരെ അയക്കുമായിരുന്നു. ഈ ദൂതന്മാരുടെ സഹായം വഴി അമ്മയും മകനും താന്താങ്ങളുടെ ഹൃദയ വ്യാപാരങ്ങൾ കൈമാറുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തു. ഈശോ മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ട നിമിഷം തന്നെ അത് മാതാവറിഞ്ഞു. അവൾ ഉടനെ തന്നെ മുറിയിൽ കയറി വാതിലടച്ചു. തന്റെ പുത്രൻ ചെയ്തതുപോലെ 40 രാവും 40 പകലും ഭക്ഷണപാനീയങ്ങൾ വർജിച്ച് അവളും ഉപവസിച്ചു. അവൾ സ്വന്തം പ്രാർത്ഥനാ മുറിയിൽ ഏകാന്ത ജീവിതം നയിച്ചതുകൊണ്ട് അമ്മയും മകനോടൊപ്പം സ്ഥലം വിട്ടുപോയി എന്നാണ് അയൽവാസികൾ കരുതിയത്. തന്റെ പുത്രന്റെ സാഷ്ടാംഗ പ്രണാമങ്ങൾ, മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനകൾ എല്ലാം അതേപടി നിഷ്ഠയോടെ അവളും ചെയ്തിരുന്നു. മറ്റെല്ലാ ജോലികളിൽ നിന്നും അവൾ വിരമിച്ചു. തന്റെ പുത്രന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ എന്ന പോലെ മാലാഖമാർ വഴി ലഭിക്കുന്ന സന്ദേശത്തിലൂടെ അവന്റെ മനോവ്യാപാരങ്ങളും ഓരോ ചലനങ്ങളും അവൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ഈശോ മരുഭൂമിയിലായിരുന്നപ്പോൾ ഒരു ദിവസം 300 തവണ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചിരുന്നു. മാതാവും തന്റെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ അപ്രകാരം ചെയ്തിരുന്നു. മറ്റു സമയങ്ങളിൽ സ്വർഗീയ ഗീതങ്ങൾ രചിച്ച് മാലാഖമാർക്കൊപ്പം പാടി.
തന്റെ മകൻ അനുഷ്ഠിച്ച എല്ലാ പുണ്യപ്രവൃത്തികളും മാതാവും അഭ്യസിച്ചിരുന്നു. അങ്ങനെ അവൾ ഈശോയോടൊപ്പം മധ്യസ്ഥയും സഹരക്ഷകയുമായി. രക്ഷകനായ ക്രിസ്തു നീതിമാനും വിശുദ്ധനുമായ ഒരു മനുഷ്യൻ മാത്രമാണെന്ന അറിവേ ലൂസിഫറിന് അപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈശോയോട് മത്സരിക്കാൻ കൂടുതൽ ധൈര്യവും വിദ്വേഷവും സംഭരിക്കേണ്ടതുണ്ടായിരുന്നു. തന്റെ പ്രലോഭനങ്ങൾക്കിരയാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരോടുള്ള സാത്താന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ഈ വിജനതയിലെ സമരത്തിനു വേണ്ട രൗദ്രവും ശക്തി സാമർഥ്യങ്ങളും അഹങ്കാരപൂർവ്വം അവൻ സംഭരിക്കാൻ തുടങ്ങി. ക്രിസ്തുവിന്റെ ശക്തി തങ്ങളുടെ ശക്തിക്കും മേലെയാണെന്ന് ലൂസിഫറിനും കിങ്കരന്മാർക്കും മനസ്സിലായി. എന്നാൽ ഈശോ തന്റെ എല്ലാ വ്യാപാരങ്ങളിലും ദിവ്യജ്ഞാനത്താൽ സമചിത്തത പാലിച്ചു. വിശുദ്ധിയിൽ ഔന്നിത്യം പ്രാപിച്ച ഒരു മനുഷ്യനായി മാത്രം ഈശോ കാണപ്പെട്ടു. തന്റെ മറ്റു ദിവ്യശക്തികളെല്ലാം മറച്ചുവച്ചതിനാൽ സാത്താൻ ഒന്നും പിടികിട്ടിയില്ല. ഈശോ തന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് സ്വർഗീയ പിതാവിനെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്റെ പിതാവായ ദൈവമേ, എന്റെ പ്രിയപ്പെട്ട ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി വൈരാഗ്യവും അഹന്തയും നിറഞ്ഞ എന്റെ ശത്രുവിന്റെ തലയെ ചവിട്ടിത്താഴ്ത്താനുള്ള യുദ്ധത്തിലേക്ക് ഞാനിതാ പ്രവേശിക്കുന്നു. അവിടുത്തെ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ശത്രുവിന്റെ ശക്തിയെ ഞാൻ തകർക്കട്ടെ. അതുവഴി ആത്മാക്കൾ തങ്ങളുടെ കുറ്റത്താലല്ലാതെ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ അവന്റെ ശക്തിയെ ഞാൻ മുൻകൂട്ടി തകർത്തിരിക്കുന്നുവെന്നറിയട്ടെ. എന്റെ വിജയത്തിലൂടെ ആ മനുഷ്യരുടെ ദൗർബല്യത്തെ മറികടക്കാൻ സഹായിക്കണമേ. അവർ അവന്റെ മേൽ വിജയം നേടട്ടെ. അവർ എന്റെ മാതൃക കണ്ട് ധീരരാകട്ടെ. എങ്ങനെയാണ് തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടേണ്ടതെന്ന് അവർ എന്നിലൂടെ തിരിച്ചറിയട്ടെ. ഈ സമരവേളയിൽ ഈശോയെ ശുശ്രൂഷിച്ചിരുന്ന മാലാഖമാർ ലൂസിഫറുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരുന്നു. അവരുടെ സാന്നിധ്യം വഴി ഈശോയുടെ ദൈവിക ശക്തി സാത്താൻ തിരിച്ചറിയാതിരിക്കാനായിരുന്നു ഇത്. അവതാരം ചെയ്ത വചനത്തിന്റെ പ്രവൃത്തികൾ കണ്ടാനന്ദിച്ച പിതാവിനും പരിശുദ്ധാത്മാവിനും മാലാഖമാർ സ്തുതിഗീതങ്ങൾ പാടി. പരിശുദ്ധ അമ്മ തന്റെ പ്രാർത്ഥനാലയത്തിൽ ഇരുന്നു കൊണ്ട് താഴെ വിവരിക്കാൻ പോകുന്ന ഏറ്റുമുട്ടലിനെ ദർശിച്ചു. ക്രിസ്തുവിന്റെ പ്രലോഭനം മരുഭൂമിയിലെ ഉപവാസത്തിന്റെ 35-ാം ദിവസത്തിലേക്ക് കടന്നു. തന്റെ ഉപവാസം അവസാനിക്കുന്ന 40-ാം ദിവസം വരെ അത് തുടർന്നു. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു അപരിചിതന്റെ രൂപമെടുത്താണ് ലൂസിഫർ ആദ്യം അവനു മുൻപിൽ പ്രത്യക്ഷനായത്. ദീർഘമായ ഉപവാസത്തിനൊടുവിൽ അവന് നന്നായി വിശപ്പുണ്ടെന്ന് സംശയിച്ച് വെട്ടിത്തിളങ്ങുന്ന വസ്ത്രമണിഞ്ഞ മാലാഖയെപ്പോലെ സാത്താൻ അവന്റെ മുൻപിൽ പ്രത്യക്ഷനായി. അവൻ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു: നീ ദൈവപുത്രനാണെങ്കിൽ ഈ കിടക്കുന്ന കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക. മത്തായി 4:3. ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രൻ തന്നെയാണോ എന്നറിയാനുള്ള വ്യഗ്രതയെയാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. അവൻ പ്രതിവചിച്ചു: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 4:4. മറുപടിയുടെ ആഘാതവും അതിൽ അടങ്ങിയിരിക്കുന്ന നിഗൂഢ ശക്തിയും സാത്താനെ ഞെട്ടിച്ചു. എങ്കിലും അവന്റെ ദൗർബല്യം വെളിവാക്കാതെയും സമരത്തിൽ നിന്ന് പിൻവാങ്ങാതെയും തന്റെ പരീക്ഷ തുടരാൻ കർത്താവ് അവനെ അനുവദിച്ചു. അതിൻ പ്രകാരം ശരീരത്തോടെ തന്നെ ജെറുസലേം ദേവാലയത്തിന്റെ മുകളിലേക്ക് സാത്താൻ അവനെ സംവഹിച്ചു. അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അനേകായിരം മനുഷ്യരെ അവൻ കണ്ടു. എന്നാൽ താഴെയുള്ളവർ അവനെ കണ്ടില്ല. കർത്താവിന്റെ മനസ്സിൽ അഹന്ത നിറഞ്ഞ ഒരു അഭിലാഷം അങ്കുരിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കുകയാണ്. അവൻ ഗോപുരാഗ്രത്തിൽ നിന്ന് താഴെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ചാടുന്നു. യാതൊരു പരിക്കും ഏൽക്കുന്നില്ല. ഇതുകൊണ്ട് ഇതാ ഒരു അത്ഭുത ശക്തിയുള്ള ദൈവമനുഷ്യനെന്ന് ജനം വാഴ്ത്തുന്നു. ഈ ചിന്തയുടെ കെണി വയ്ക്കാനാണ് അവൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. ഇപ്രാവശ്യം സാത്താൻ തിരുലിഖിതം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു: നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:11. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 4:6. തന്നെ ശാരീരികമായി കൈകളിൽ സംവഹിക്കാൻ ലൂസിഫറിനെ പ്രപഞ്ച രാജാവ് അനുവദിച്ചതിനെ ഓർത്ത് അവന്റെ അകമ്പടി സേവക്കാരായ മാലാഖമാർ ആശ്ചര്യഭരിതരായി. അന്ധകാരത്തിന്റെ രാജകുമാരനോടൊപ്പം അനേകം പിശാചുക്കൾ ഉണ്ടായിരുന്നു. എന്തെന്നാൽ നിർണായകമായ ഈ പരിശ്രമത്തിൽ തങ്ങളുടെ നേതാവിനെ സഹായിക്കാൻ നരകത്തിലെ പിശാചുക്കളെല്ലാം അവിടം വിട്ട് വന്നിരുന്നു. യേശു മറുപടി പറഞ്ഞു: നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു.
മത്തായി 4:7. മാസായിൽ വച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിയമാവർത്തനം 6:16. അന്യാദൃശ്യമായ ലാളിത്യത്തോടും വിനയത്തോടും കൂടിയാണ് യേശു ഈ മറുപടി പറഞ്ഞത്. സാത്താന് സങ്കൽപ്പിക്കാനാവാത്ത രാജകീയമായ ഔന്നത്യം അവനിൽ വിളങ്ങി. കർത്താവിന്റെ വാക്കിലൂടെയും ഭാവത്തിലൂടെയും സാത്താനെ അവന്റെ സകല അഹന്തയോടും കൂടി തകർത്ത് തരിപ്പണമാക്കി. അപ്രകാരം തോൽപ്പിക്കപ്പെട്ട സാത്താൻ കർത്താവിനെതിരെ മറ്റൊരു തന്ത്രം മെനഞ്ഞു. തന്റെ സാമ്രാജ്യമാകുന്ന ലോകത്തിന്റെ ഒരു ഭാഗം നൽകാൻ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പ്രലോഭനം. ഈ ലക്ഷ്യം മനസ്സിൽ കണ്ട പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്കു നൽകും. മത്തായി 4:9. അണ പൊട്ടിയൊഴുകിയ ഔദ്ധത്യം, അഹന്തയുടെ സീമകൾക്കപ്പുറമെത്തിയ ഭ്രാന്ത്. എന്തൊരു കുടിലത! ദൈവത്തിന്റെ സൃഷ്ടിയായ ലോകം അവൻ അതിന്റെ സ്രഷ്ടാവിന് ഇതാദ്യമായി കൊടുക്കുമത്രേ. ഈ ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും മഹാരാജ്യങ്ങളും അനേകം പ്രവിശ്യകളും അവയിലെ വിഭവങ്ങളും കണക്കറ്റ നിധികളും സമ്പത്തുമെല്ലാം കർത്താവിൻ്റേതു മാത്രം. അതാർക്കും ഏതു സമയത്തും തന്റെ ഇഷ്ടപ്രകാരം കൊടുക്കാനോ അവരിൽ നിന്ന് പിൻവലിക്കാനോ കർത്താവിന് സാധിക്കുമല്ലോ. ഈ ലോകത്ത് യാതൊന്നും ആർക്കും കൊടുക്കാൻ ലൂസിഫറിന് സാധ്യമല്ല. അതിനാൽ അവന്റെ വാഗ്ദാനങ്ങൾ അന്തസ്സാരശൂന്യവും വ്യാജവുമാകുന്നു. രാജാവും കർത്താവുമായവൻ അവന്റെ അധികാരത്തോടെ സാത്താനോട് കൽപ്പിച്ചു, സാത്താനെ, ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 4:10. ഈ വചനത്തിലൂടെ സാത്താന് തന്നെ തുടർന്നും പ്രലോഭിപ്പിക്കാനുള്ള അനുവാദം കർത്താവ് എടുത്തുകളഞ്ഞു. സാത്താനും അവന്റെ അനുചരന്മാരും നരകത്തിന്റെ അത്യഗാധ ഗർത്തങ്ങളിലേക്ക് എറിയപ്പെട്ടു. അവിടെ അവർ 3 ദിവസം ചലനമറ്റ് തകർന്നടിഞ്ഞ് ബന്ധിതരായി കഴിഞ്ഞു. വീണ്ടും ഉയരാൻ അവർക്ക് ത്രാണി ലഭിച്ചപ്പോൾ തങ്ങളെ ഇത്ര ദയനീയമായി തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തവൻ മനുഷ്യരൂപമെടുത്ത ദൈവപുത്രൻ തന്നെയല്ലേ എന്ന് ശക്തമായി സംശയിച്ചു തുടങ്ങി. രക്ഷകന്റെ കുരിശുമരണം വരെയും ഈ സംശയത്തിലും ആകാംക്ഷയിലും അവർ കഴിഞ്ഞു. ലൂസിഫർ തനിക്കു പറ്റിയ അപമാനകരമായ ഈ തോൽവിയിൽ അത്യധികം വ്രണിതനും പ്രതികാരദാഹിയും ഉഗ്രകോപിഷ്ഠനുമായി തീർന്നു. ദൈവത്തിന്റെയും മനുഷ്യരുടെയും നിത്യശത്രുവായ സാത്താന്റെ മേൽ വിജയം നേടിക്കൊടുത്ത ദൈവപിതാവിന് പുത്രൻ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചു. മാലാഖമാരുടെ സ്തുതിസ്തോത്രങ്ങൾ ഉയർന്നു മുഴങ്ങി. അവർ അവനെ വീണ്ടും മരുഭൂമിയിലേക്ക് സംവഹിച്ചു. ദൈവത്തിന്റെ ദിവ്യസത്ത കുടിക്കൊള്ളുന്ന തന്റെ ദിവ്യമേനിയെ സാത്താൻ സംവഹിച്ചതിന് പകരമായിരുന്നു ഈ പ്രവൃത്തി. സുവിശേഷങ്ങൾ ഇപ്രകാരം നമ്മെ അറിയിച്ചിരുന്നില്ലെങ്കിൽ ദൈവപുത്രനായ കർത്താവ് തന്നെ വഹിക്കാൻ സാത്താനെ അനുവദിക്കുമെന്ന് ഒരു മനുഷ്യനും സങ്കല്പിക്കാനാവുമായിരുന്നില്ല. നമുക്കിപ്പോൾ നസ്രത്തിലേക്ക് വീണ്ടും ചെല്ലാം. അവിടെ പ്രാർത്ഥനാലയത്തിലിരുന്നു കൊണ്ട് ജ്ഞാനവരത്താലും മാലാഖമാരുടെ സേവനത്താലും തന്റെ പുത്രന്റെ വ്യാപാരങ്ങളെല്ലാം അവൾ കൃത്യമായി ദർശിച്ചുകൊണ്ടിരുന്നു. രക്ഷകനും പരിശുദ്ധ രാജ്ഞിക്കുമിടയിൽ ഈ മാലാഖമാർ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പുത്രൻ ചൊല്ലിയ പ്രാർത്ഥനകളെല്ലാം അതാതു സമയത്തു തന്നെ അമ്മയും ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. അവളും ഭീകരവ്യാളിയും തമ്മിലുള്ള ഉഗ്ര പോരാട്ടത്തിലായിരുന്നു. അവൾ സാത്താനെ ബഹിഷ്കരിക്കുകയും ലൂസിഫറിനെയും കിങ്കരന്മാരെയും തകർക്കുകയും ചെയ്തു. ഈ പ്രവൃത്തിയിൽ അവൾ ക്രിസ്തുവിനോടൊപ്പം സഹരക്ഷകയായി മാറി. സാത്താൻ തന്റെ പുത്രനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോഴൊക്കെയും അവൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. രാജാക്കന്മാരുടെ രാജാവിനെ ദുഷ്ടത വലയം ചെയ്തിരിക്കുന്നത് കണ്ട് അവൾ ഏറെ വേദനിച്ചു. സാത്താന്റെ മേൽ ക്രിസ്തു നേടിയ വിജയത്തിന്റെ ബഹുമാനാർത്ഥം അമ്മ പുകഴ്ചയുടെ കീർത്തനങ്ങൾ ആലപിച്ചു. അവൾ രചിച്ച കീർത്തനങ്ങൾക്ക് പരിശുദ്ധ മാലാഖമാർ സംഗീതം പകർന്നു. മനുഷ്യവർഗത്തിന്റെ മേൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് അവൾ അവിടുത്തെ സ്തുതിച്ചു. ക്രിസ്തുവാകട്ടെ തനിക്ക് സംഗീതം ആലപിച്ച സ്വർഗീയ ദൂതരെ ആശ്വാസവചനങ്ങളാൽ അനുഗ്രഹിച്ച് തിരികെ അയച്ചു. ദിവ്യഗുരു വീണ്ടും ജോർദാനിലേക്ക് യാത്രയായി. അവിടെ തന്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ ദൈവരാജ്യം അറിയിച്ചും മാമോദിസ നൽകിയും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. തന്റെ സാന്നിധ്യം വഴി യോഹന്നാന്റെ നാവിലൂടെ തന്റെ ദൈവികതയെയും ദൗത്യത്തെയും സംബന്ധിച്ച വാർത്ത സാക്ഷ്യപ്പെടുത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അതിലുപരി യോഹന്നാനോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കാനും അദ്ദേഹവുമായി സമ്പർക്കം പുലർത്താനും അവൻ അഭിലഷിച്ചു. ക്രിസ്തുവിന്റെ മാമോദീസ വേളയിൽ യോഹന്നാന്റെ ഹൃദയം അവിടുത്തോടുള്ള സ്നേഹത്താൽ കത്തിയെരിഞ്ഞിരുന്നു. രക്ഷകൻ തന്റെ നേർക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ
യോഹന്നാൻ പറഞ്ഞ വാക്കുകൾ സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. തന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാനും തന്റെ പ്രഘോഷണം കേൾക്കാനും എത്തിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് എതിരെ വരുന്ന ക്രിസ്തുവിന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അവൻ ഇപ്രകാരം ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തിയത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്. കാരണം എനിക്ക് മുൻപ് തന്നെ ഇവനുണ്ടായിരുന്നു. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. യോഹന്നാൻ 1:30-31. യോഹന്നാനൊപ്പമുണ്ടായിരുന്ന 2 പേരായിരുന്നു ക്രിസ്തുവിന്റെ ആദ്യത്തെ ശിഷ്യന്മാർ. അവർ യോഹന്നാന്റെ സാക്ഷ്യം ശ്രവിച്ച് കർത്താവിനെ പിന്തുടർന്നു. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. യോഹന്നാൻ 1:38-39. വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ അന്നു മുതൽ അവർ അവനൊപ്പമായി. അവരിൽ ഒരാൾ വിശുദ്ധ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. മറ്റേയാളുടെ പേര് സുവിശേഷകൻ പറയുന്നില്ല. എന്നാൽ എനിക്കു നൽകപ്പെട്ട വിവരമനുസരിച്ച് അത് യോഹന്നാൻ തന്നെയായിരുന്നു. തന്റെ എളിമ കൊണ്ട് അദ്ദേഹം അത് പറയുന്നില്ല എന്ന് മാത്രം. ഇവർ 2 പേരും വിശുദ്ധ യോഹന്നാനും വിശുദ്ധ അന്ത്രയോസും ആയിരുന്നു സ്നാപക യോഹന്നാന്റെ അപ്പസ്തോല പ്രവൃത്തിയുടെ ആദ്യ ഫലങ്ങൾ. ആ സമയത്ത് അവർ അവനെ കർത്താവ് എന്ന് സംബോധന ചെയ്തിരുന്നില്ല. വിശുദ്ധ അന്ത്രയോസ് അപ്പോൾ തന്നെ തന്റെ സഹോദരൻ ശെമയോനെ തേടിപ്പിടിച്ച് ഞങ്ങൾ മിശിഹായെ കണ്ടുവെന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുചെന്നു. അവനെ ആദ്യം കണ്ടുമുട്ടിയ വേളയിൽ യേശു ഇപ്രകാരം പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശെമയോനാണ്. കേപ്പ, പാറ എന്നു നീ വിളിക്കപ്പെടും. യോഹന്നാൻ 1:42. മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് യൂദായുടെ അതിർത്തിക്കുള്ളിലായിരുന്നു. ഇതിനുശേഷം കർത്താവ് ഗലീലയിലേക്ക് പോയി. അവിടെ അവൻ പീലിപ്പോസിനെ കണ്ടുമുട്ടി. അവനോട് തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. പീലിപ്പോസ് ഉടൻ തിടുക്കപ്പെട്ടു ചെന്ന് നഥാനിയേലിനെ ഈശോയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. തങ്ങൾ നസ്രായനായ ഈശോ എന്നറിയപ്പെടുന്ന മിശിഹായെ കണ്ടുമുട്ടിയ സംഭവം അവനോട് പറഞ്ഞു. യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം പ്രസ്താവിക്കുന്നത് പോലെ നഥാനിയേൽ ഈശോയുടെ 5ാമത്തെ ശിഷ്യനായി ചേർന്നു. ക്രിസ്തു ഈ 5 ശിഷ്യന്മാരെ തന്റെ സഭയുടെ ആദ്യ ശിലകളാക്കി. പരസ്യമായ വചനപ്രഘോഷണത്തിനും ജ്ഞാനസ്നാനം നൽകുന്നതിനുമായി അവൻ അവരോടൊത്ത് ഗലീലിയായിലെത്തി. അവരെ അവൻ തന്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിച്ചു. തങ്ങളുടെ ഗുരുവിനൊപ്പം ചേർന്ന നിമിഷം മുതൽ അവർ ദൈവസ്നേഹത്താൽ എരിയാൻ തുടങ്ങി. ദൈവാനുഗ്രഹം അവരിലേക്ക് സമൃദ്ധമായി വർഷിക്കപ്പെട്ടു. കർത്താവ് തന്റെ ശിഷ്യർക്ക് പരിശീലനം നൽകി അവരോടൊപ്പം മറ്റുള്ളവരെയും ചേർത്ത് സഭയ്ക്ക് അടിത്തറയിട്ടതിന്റെ വിശദാംശങ്ങൾ വിവരിക്കുക ശ്രമകരമാണ്. പ്രസാദവരത്താൽ തന്റെ ശിഷ്യരെ അവൻ നിറച്ചു. തന്റെ പ്രമാണങ്ങളാകുന്ന നറും പാൽ നൽകി അവരെ പോഷിപ്പിച്ചു. ഒരിക്കലും മടുപ്പില്ലാതെ ക്ഷമയോടെ അവരെ നയിച്ചു. വാത്സല്യനിധിയായ പിതാവിനെ പോലെ സ്നേഹലാളനങ്ങൾ നൽകി അവരെ വളർത്തി. അവരുടെ പരുക്കൻ പ്രകൃതം മാറ്റി ആത്മീയതയുടെ നിറവ് പകർന്ന് സഭയുടെ ശില്പികളും ശുശ്രൂഷകരുമാക്കി രൂപാന്തരപ്പെടുത്തുക എന്നത് ശ്രമകരമായ ഒരു യത്നം തന്നെയാണ്. ഈ ജോലി നിർവഹണത്തിൽ കർത്താവ് ഉദാത്തമായ മാതൃക നൽകി. ദീർഘക്ഷമ, താഴ്മ, ഉപവി, കരുണ എന്നിവയെല്ലാം തന്റെ ശുശ്രൂഷകർക്ക് സമർത്ഥമായി നൽകി. തന്റെ ശിഷ്യഗണങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുക എന്നതുകൊണ്ട് മാത്രം അവൻ തൃപ്തനായില്ല. അവരുടെ സ്വാഭാവികമായ വൈകല്യങ്ങൾ അവൻ പൊറുത്തു. തന്റെ ആർദ്ര സ്നേഹം അവരിലേക്കൊഴുക്കി. കുറവുകളിലും വീഴ്ചകളിലും ഭഗ്നാശരാകാതെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ മുന്നേറാനുള്ള പ്രചോദനം അവർക്ക് നൽകുകയും ചെയ്തു. സ്വർഗീയ രാജ്ഞി യേശുവിന്റെയും അപ്പസ്തലന്മാരുടെയും പ്രവർത്തനങ്ങളും പ്രഘോഷണങ്ങളും കൃത്യമായി അറിഞ്ഞുകൊണ്ടിരുന്നു. അവൾ ഈ ശിഷ്യന്മാരെ പ്രതി സ്വർഗസ്ഥനായ പിതാവിന് നന്ദി അർപ്പിച്ചു. ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയ വേളയിൽ മനുഷ്യരക്ഷയെ സംബന്ധിച്ച തന്റെ പദ്ധതിയെപ്പറ്റിയും തന്റെ പുത്രനിലൂടെ അതെങ്ങനെ നിറവേറ്റപ്പെടും എന്നതിനെക്കുറിച്ചും ചില പുതിയ വെളിപാടുകൾ പരിശുദ്ധ അമ്മയ്ക്കു നൽകി. ആദ്യ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് തങ്ങൾക്ക് അവന്റെ അമ്മയെ കാണാൻ അവസരം തരണമെന്നഭ്യർത്ഥിച്ചു. അവരുടെ ആഗ്രഹപ്രകാരം അവൻ അവരുമൊത്ത് നസ്രത്തിലേക്ക് യാത്രയായി. ഗലീലി വഴിയായിരുന്നു യാത്ര. വഴിയിൽ അവർ തന്റെ പ്രഘോഷണം തുടർന്നു. തന്നെ സത്യവും നിത്യജീവനുമായി അവൻ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുത്തു.
അവന്റെ വചനത്തിന്റെ ശക്തിയിൽ ആകൃഷ്ടരായി ശ്രോതാക്കൾ അവന്റെ പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങി. എന്നാൽ അവരിൽ നിന്നാരെയും അവൻ പുതുതായി ശിഷ്യരായി സ്വീകരിച്ചില്ല. തന്നെ പിന്തുടർന്നവരെ തന്റെ ജീവിത മാതൃകയാലും വചനങ്ങളാലും വിശ്വാസത്തിന്റെ രഹസ്യങ്ങളും സന്മാർഗവും പഠിപ്പിച്ചു. സുവിശേഷം അറിയിക്കാനായി ദുഃഖിതരെയും ദരിദ്രരെയും പീഡിതരെയും അന്വേഷിച്ചു. അവർക്ക് സാന്ത്വനമേകി. ആതുരാലയങ്ങളിലും ജയിലറകളിലും കഴിഞ്ഞിരുന്നവരെ സന്ദർശിച്ച് ആത്മാവിനും മനസ്സിനും രോഗശാന്തി നൽകി. ഈ സമയം അവന്റെ അമ്മ അവനെയും ഒപ്പമുള്ള ശിഷ്യരെയും സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. സംഭവിക്കുന്നതെല്ലാം അപ്പോഴപ്പോഴറിഞ്ഞിരുന്ന അമ്മ തന്റെ ഭവനം അതിഥികൾക്കായി ഒരുക്കുകയും അവർക്ക് ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തു. അമ്മയെ കണ്ടുമുട്ടുന്നതിനു മുൻപ് തന്നെ പുത്രൻ അവരുടെ മനസ്സിൽ അമ്മയോടുള്ള ആദരവ് ജനിപ്പിച്ചിരുന്നു. തങ്ങളുടെ യജമാനനും രക്ഷകനുമായ ദൈവപുത്രനെ എങ്ങനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് അവിടുത്തെ സാന്നിധ്യത്തിൽ തന്നെ അമ്മ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. തന്റെ മകനെ താഴ്മയോടും ആരാധനയോടും കൂടി സ്വീകരിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നത് അവർ കണ്ടു. ശിഷ്യന്മാരുടെ മനസ്സിൽ നവ്യമായ ഒരു ആരാധനാഭാവവും വിധേയത്വവും തങ്ങളുടെ ഗുരുവിന്റെ നേർക്ക് ഉളവാകാൻ ഈ കാഴ്ച ഇടയാക്കി. അമ്മയെ യഥാർത്ഥമായ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മാതൃകയായി അവർക്ക് അനുഭവപ്പെട്ടു. അവർ കർത്താവിനോട് ഭയഭക്തി ബഹുമാന പുരസ്സരം പെരുമാറാൻ തുടങ്ങി. തങ്ങളുടെ ദിവ്യഗുരുവുമായി എപ്രകാരമാണ് ബന്ധം സ്ഥാപിക്കേണ്ടതെന്ന് അവൾ കാണിച്ചു കൊടുത്തു. അപ്രകാരം ദൈവമാതാവ് ശിഷ്യന്മാർക്ക് അമ്മയും ഗുരുനാഥയുമായി മാറി. അമ്മയെ പരിചയപ്പെട്ട രാത്രിയിൽ തന്നെ ശിഷ്യർക്ക് അവളോട് ആകർഷണം തോന്നി. അവർ മുട്ടിന്മേൽ നിന്ന് അമ്മയെ വണങ്ങി. തങ്ങളെയും പുത്രരായും ദാസരായും സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. ആദ്യം ഇതു ചെയ്തത് യോഹന്നാനായിരുന്നു. ആ ദിവസം മുതൽ യോഹന്നാൻ മാതാവിനെ ആദരിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും എല്ലാവരിലും മുൻപനായി. അമ്മയാകട്ടെ യോഹന്നാനെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്തു. എന്തെന്നാൽ യോഹന്നാൻ ചാരിത്രശുദ്ധിയുള്ളവനും താഴ്മയും ലാളിത്യവും നിറഞ്ഞവനുമായിരുന്നു. ആ വീട്ടിലെത്തിയ എല്ലാവരെയും അമ്മ സ്വന്തം അതിഥികളായി ഹൃദ്യതയോടെ സ്വീകരിച്ചു. അവർക്ക് ഭക്ഷണം വിളമ്പി. ഒരമ്മയ്ക്കടുത്ത രീതിയിൽ അവരുടെ ക്ഷേമം അന്വേഷിച്ചു. ഒരു രാജ്ഞിക്കടുത്ത അന്തസ്സും അടക്കവും പ്രസരിപ്പിച്ചു. അതുമൂലം സ്വർഗീയ മാലാഖമാർ പോലും അവളെ അത്ഭുതാദരവോടെ വണങ്ങി. ശിഷ്യന്മാരോട് അവരുടെ യജമാനന്റെ രാജകീയ മഹത്വവും ദൈവികത്വവും അവൾ പ്രഘോഷിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ പ്രമാണങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അന്നു രാത്രിയിൽ ശിഷ്യന്മാർ വിശ്രമത്തിന് പോയ വേളയിൽ ദൈവപുത്രൻ സ്വഭവനത്തിലെ പ്രാർത്ഥനാമുറിയിൽ അമ്മയോടൊപ്പം പ്രവേശിച്ചു. അമ്മ മകന്റെ പാദാന്തികത്തിൽ നിലയുറപ്പിച്ചു. തന്റെ പുത്രന്റെ കയ്യിൽ നിന്ന് തനിക്കു ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് പ്രത്യുത്തരമായി താൻ ചെയ്യുന്നതെല്ലാം കേവലം നിസ്സാരമാണെന്നാണവൾ കരുതിയത്. കർത്താവ് അവളെ കൈ പിടിച്ചുയർത്തി നിത്യരക്ഷയെപ്പറ്റി അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. ഈ വചനങ്ങൾ ഏറ്റവും താഴ്മയോടും സ്നേഹത്തോടുമാണവൻ മൊഴിഞ്ഞത്. താൻ മരുഭൂവാസത്തിനായി പുറപ്പെട്ട നാളിൽ അമ്മയോട് കാട്ടിയ ആ നിർമ്മതത്വ ഭാവം അവൻ വീണ്ടും തുടർന്നു. തന്റെ അമ്മയ്ക്ക് കൂടുതൽ ആത്മീയ ഔന്നത്യം കൈവരിക്കാനുള്ള അവസരമൊരുക്കുകയായിരുന്നു കർത്താവിന്റെ ഉദ്ദേശ്യം. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ പ്രിയ മകളെ, എന്റെ പ്രിയപുത്രന്റെ ശിഷ്യർക്കുണ്ടായ അദമ്യ സന്തോഷവും തീക്ഷ്ണമായ ആത്മീയ ഉത്കർഷവും ദർശിച്ച് നീ പ്രചോദിതയായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ചും എന്റെ പ്രിയദാസനായ യോഹന്നാന്റെ അവസ്ഥയിൽ. ഞാൻ യോഹന്നാനെ പ്രത്യേകം സ്നേഹിച്ചിരുന്നുവെന്നത് സത്യമാണ്. എന്തെന്നാൽ അവൻ ഏറ്റവും ഹൃദയശുദ്ധിയുള്ളവനും ഒരു മാടപ്രാവിനെ പോലെ നിഷ്കളങ്കനുമാണ്. കർത്താവ് അവനിൽ ഏറെ പ്രസാദിച്ചു. എന്തെന്നാൽ അവന്റെ പരിശുദ്ധിയും എന്നോടുള്ള നിർമ്മല സ്നേഹവും കർത്താവിന് ഏറെ പ്രിയങ്കരമായിരുന്നു. യോഹന്നാൻ ആയിരുന്നതുപോലെ നീയും ആയിരിക്കാൻ ഇടയാകട്ടെ. അതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഏറ്റവും നിർമ്മലമായ അമ്മയാണെന്ന് നീ അറിയുന്നുവല്ലോ. കർത്താവിന്റെ ദാസരും അതുവഴി ദൈവമക്കളായി തീരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും മാതൃ നിർവിശേഷമായ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അവിടുന്ന് എന്നിൽ നിക്ഷേപിച്ച സ്നേഹത്തിന്റെ സമ്പന്നതയിൽ ഞാൻ അവരെ തുറന്ന കൈകളിൽ സ്വീകരിക്കുകയും അവരുടെ മധ്യസ്ഥ ആയിരിക്കുകയും ചെയ്യും. നിന്റെ ദാരിദ്ര്യവും നൈർമല്യവും നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ആയതിനാൽ തിരുസഭയിൽ എന്റെ പ്രിയപ്പെട്ടവളും തെരഞ്ഞെടുക്കപ്പെട്ടവളുമായിരിക്കാൻ ഞാൻ നിന്നെ നിയോഗിക്കുന്നു. നിന്റെ മുൻപിൽ ഞാനൊരു വ്യവസ്ഥ വയ്ക്കുന്നു. നീയും വിശുദ്ധ യോഹന്നാനെ അനുകരിക്കണം. എല്ലാ കാര്യങ്ങളിലും നിനക്കാവും വിധം യോഹന്നാനെ അടുത്തനുകരിച്ച് അതുവഴി ലഭ്യമാക്കുന്ന എല്ലാ ദിവ്യ അനുഗ്രഹങ്ങളും സ്വന്തമാക്കണം.
ഇപ്പോൾ മുതൽ ഞാൻ കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നീ നടപ്പിൽ വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്ന് പിന്മാറുകയില്ലെന്ന വാഗ്ദാനം നീ എനിക്ക് തരിക. നിന്റെ സ്വാർത്ഥ സ്നേഹം ഉപേക്ഷിക്കാൻ കഠിന പരിശ്രമം ചെയ്യുക. ആദ്യ പാപത്തിന്റെ ഫലമായി ഉണ്ടായ എല്ലാ തൃഷ്ണകളെയും പൂർണ്ണമായി വർജിക്കണം. എല്ലാത്തരം പൊള്ളത്തരങ്ങളെയും വിദ്വേഷങ്ങളെയും തിരസ്കരിച്ച് ജീവിത ലാളിത്യവും സുതാര്യതയും ആത്മാർത്ഥതയും സ്വന്തമാക്കണം. ഒരു മാലാഖയെപ്പോലെ സദാ വ്യാപരിക്കുക. മാടപ്രാവിന്റെ നൈർമല്യം നിന്നിലുണ്ടാകട്ടെ. ഒരു മാലാഖയ്ക്കടുത്ത സവിശേഷ ജ്ഞാനം ദൈവം കനിവോടെ നിന്നിൽ നിറച്ചിരിക്കുന്നുവെന്ന് നീ അറിയുക. ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്കായി ഞാൻ വാങ്ങി തന്നിരിക്കുന്നു. അതിനാൽ ഈ വരങ്ങൾക്കനുസരിച്ച് നീയും പ്രതികരിക്കണം. നിന്റെ വാക്കിലും പ്രവൃത്തിയിലും നിന്ന് തീർച്ചയായും ഞാനത് പ്രതീക്ഷിക്കുന്നു. എന്നോടുള്ള സ്നേഹാദരവുകളിൽ കൂടുതൽ തീഷ്ണതയോടെ വളരണം. എന്നെ സന്തോഷിപ്പിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള പരിശ്രമങ്ങൾ നീ തുടരണം. ഞാൻ കൽപ്പിക്കുന്നവയെല്ലാം ശിരസാ വഹിച്ചുകൊണ്ടും എന്റെ ഉപദേശങ്ങളെ ശ്രദ്ധയോടെ സ്വീകരിച്ചുകൊണ്ടും നീ ജീവിക്കണം. അങ്ങനെയാണ് നീ എനിക്ക് യഥാർത്ഥ മകളും ഞാൻ നിനക്ക് അമ്മയും സംരക്ഷകയും ആയിരിക്കുക.